ഈ ലോകത്തോട്ട് ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ഒരുപാട് ചവിട്ടുകളും വേദനകളൊക്കെ അനുഭവിച്ചിട്ട് ഒരുമിച്ച് തന്നെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോണ ഒരു ഇരട്ടകളുടെ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. അതേത് ഇരട്ടകള്? അതായത് ചെരുപ്പ്. അപ്പൊ ഈ ലോകത്ത് ഒരുപാട് ചെരുപ്പുകളുണ്ട്, എല്ലാവരും ഇരട്ടകളെ പോലെയാണല്ലോ. അപ്പൊ അതിൽ ഒരു ചെരുപ്പിന്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ഒരാളുടെ പേര് ഷായ് എന്നും മറ്റേ ഇരട്ടയുടെ പേര് ഷീ എന്നുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ശശി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ശശി ഇരട്ടകൾ. ഈ ഷായിനെ ഷീനെ ഒരുമിച്ച് വേണം ആർക്കായാലും ഉപയോഗിക്കാനായിട്ട്. ഇവര് ഷാ സെപ്പറേറ്റ് ആയിട്ടും ഷീ സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഷാ ഇല്ലെങ്കിൽ ഷീല, ഷീ ഇല്ലെങ്കിൽ ഷാ ഇല്ല. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയൊരു ജീവിത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിക്കണ കാലത്തോളം ഇവർ ഒരുമിച്ച് അങ്ങ് ജീവിച്ചിട്ട് ഇവർ ഒരുമിച്ച് തന്നെ മരിച്ചു ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകണമെന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. അപ്പൊ പുതിയതായിട്ട് ഒരു ഉടമസ്ഥൻ വാങ്ങിച്ചിട്ട് പോണ സമയത്തും ഇതേപോലെ ഒരുമിച്ചായിരിക്കും ഉപയോഗിക്കണം. അപ്പൊ ആ സമയത്തും ഇവര് രണ്ടുപേരും ഈ ഉടമസ്ഥന്റെ കാലിൽ കിടന്ന് ഒരുപാട് വേദനകൾ അനുഭവിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ ഇവർ ഒരുമിച്ചാണല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. ഒരുപാട് കല്ലും മുള്ളും വേദനയും പൊടിയും അഴുക്കും എല്ലാം പറ്റിയിട്ടാണെങ്കിലും അവസാനം വരുമ്പോൾ ഇവർ ഒരുമിച്ചായിരിക്കുമല്ലോ അവിടെ വന്നിരിക്കണത്, ഷായും ഷീയും ശശിയായിട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അതിൽ ഇവർക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ ഷായ്ക്കും ഷീക്കും കുറെ അപകടങ്ങളൊക്കെ പറ്റും. ഷായ്ക്ക് ചിലപ്പോ കീറിപ്പോണ സമയത്ത് നമ്മുടെ ഷീക്ക് ഭയങ്കര വേദനയായിരിക്കും. ദൈവമേ തീർന്നല്ല ജീവിതം, എന്റെ ഷാ ഉടമസ്ഥൻ നല്ലതാണെങ്കിൽ ആ കീറിപ്പോയോടത്തും പശ വെച്ചൊട്ടിച്ചാണെങ്കിലും നമ്മുടെ ഷായിനെ വീണ്ടും റിക്കവർ ആക്കും. ഇതേപോലെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിക്കവർ ചെയ്ത് ഉപയോഗിച്ച് അങ്ങ് പോകും. പക്ഷെ എന്നാലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവര് രണ്ടുപേരും നമ്മുടെ ഉടമസ്ഥൻ വലിച്ചെറിഞ്ഞു കളയും. ഒരുമിച്ച് നമ്മ വന്ന് ഈ ലോകത്തോട്ട് ഒരുമിച്ച് തന്നെ നമ്മ പോണെന്നും പറഞ്ഞ് നമ്മുടെ ഷായും ഷീയും അവിടെ ഒരുമിച്ച് ശശിയായിട്ട് ഈ ലോകത്തുനിന്ന് അങ്ങ് വിട പറയും. ഇതേപോലെ ഒരുപാട് ശശിമാര് നമ്മുടെ എല്ലാവരുടെയും കാലിൽ കിടപ്പുണ്ടാവും. എല്ലാവരെയും പിരിക്കാണ്ടിരിക്കുക, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യവും അവരുടെ ആഗ്രഹവും. അപ്പൊ ഈ ശശിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാ ശശി ചെരുപ്പുകൾക്കും വേണ്ടി. ഹൃദയഭേദകമായ എന്റെ വരികളിലോട്ട് ഞാൻ പോകാം. ചെരുപ്പേ കാലിൽ കിടക്കും ചെരുപ്പേ, എന്നെ കൊണ്ട് നടക്കുന്ന ചെരുപ്പേ, പൊട്ടും വരെ എന്നെ ചുമക്കും ചെരുപ്പേ, എന്റെ സ്വന്തം ചെരുപ്പേ. ദിവസവും നിന്നെ ചവിട്ടി ചതച്ച് നടന്ന് കയറുന്നു വഴികൾ, മണ്ണും ചെളിയും പറ്റും നേരം ചെരുപ്പ് വസന്തി ആവും. ഓ കീറും നേരം പശ വച്ച് ഒട്ടിക്കും, പൊട്ടും നേരം സൂചി വെച്ച് തുന്നുന്നു, തേയും നേരം ചെരുപ്പിനെ കളയുന്നു, തേയും നേരം പുതിയത് വാങ്ങി ചെരുപ്പേ, കാലിൽ കിടക്കും ചെരുപ്പേ, എന്നെ കൊണ്ട് നടക്കുന്ന ചെരുപ്പേ, പൊട്ടും വരെ എന്നെ ചുമക്കും ചെരുപ്പേ, എന്റെ സ്വന്തം ചെരുപ്പേ. ദിവസം നിന്നെ ചവിട്ടി ചതച്ച് നടന്ന് കയറുന്നു വഴികൾ, മണ്ണും ചെളിയും പറ്റും നേരം ചെരുപ്പ് ബസന്തി ആവും. ചെരുപ്പിന് വരെയും നീ പാട്ട് എഴുതി കൊടുത്തില്ലേ? പുണ്യം ചെയ്ത ചെരുപ്പുകൾ. അപ്പൊ എന്റെ ശശിക്കഥ കഴിഞ്ഞ്